ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു മീൻ പൊരിച്ചത് ഉണ്ടാക്കിയാലോ. സൂപ്പർ ടേസ്റ്റിലൊരു മീൻ പൊരിച്ചത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. കുറച്ച് ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാമേ. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാമേ. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുവേ. അതെല്ലാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാമേ. ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചത്, അതും കൂടെ ഞാൻ ഇത് രണ്ടും കൂടാണ് മിക്സ് ചെയ്ത് ചേർക്കുന്നത്. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടുവേ. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയേ. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ച് നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1 മുറി നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ. അതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മീനിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൈയും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണ്. ഇതിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. ഇനി ഈ പാനിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇത് മീൻ പൊരിച്ചത് എപ്പോഴും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് ടേസ്റ്റ്. ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാമേ. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പാനിടയുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. മസാല ബാലൻസ് ഉണ്ടായിരുന്നേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ ഹാഫ് മസാല ഞാൻ മാറ്റി വെച്ചിരുന്നു. ഇനി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. കാരണം ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഈ മസാലയെല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഫ്രൈ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്.
ഞാൻ വെറുതെ പറയല്ല, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.